ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ ലിവർ കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സംഭവം എങ്ങനെയുണ്ടോയെന്ന് നമുക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഒരു ചിക്കൻ ലിവർ വരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ്. കറി ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. കുറേ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ എല്ലാം എങ്ങനെയാണ് ഒന്ന് പാളിപ്പോയിട്ടുണ്ട്. ചിക്കൻ ലിവർ കറി വെക്കുന്നത് പോലും അങ്ങനെ പാളിപ്പോയി. ഉള്ളിയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് ചേർത്ത് കൊടുത്ത് പൊടികളൊക്കെ ആഡ് ചെയ്തെടുത്ത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് തക്കാളി ഞാൻ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ട് കുറച്ച് വെള്ളം കൂടെ വയ്ക്കും. കറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെ കറിയായിട്ട് കൂട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ആരും ഇതൊന്നും കൂട്ടി നോക്കിയത് പോലും ഇല്ല. അപ്പം അത് ഒരു മല്ലിൻ്റെ ചൊയ്യൊക്കെ പാടായിട്ടൊരു ടേസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു വിസിലോ 2 വിസിലോ ഞാൻ 5-6 വിസിലടുപ്പിച്ചു. ഇനി അതുകൊണ്ടാണോ അറിയില്ല, എത്ര വിസിലാണ് ഇതിന് വേണമെന്നൊന്നും അറിയില്ല. പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇതിൽ ചിക്കൻ പരട്ട് റെഡിയാക്കാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴൻ്റെ ഒരു വറുത്ത് ഒന്ന് പൊരിയണ രൂപത്തിലേക്ക് ഫ്രൈ ആവും വേണ്ട, അങ്ങോട്ട് കുറച്ച് ആവും വേണം. ആ ഒരു രൂപത്തിലേക്ക് ആയിരുന്നു നമുക്ക് ഉള്ളി കൂടി ചേർക്കാം. ഈ ടൈമിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കനക്ക് ഉള്ളിക്ക് എല്ലാവർക്കും ആവശ്യമായ ഒരു ഉപ്പ് ഈ ടൈമിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് ഉപ്പും ഉള്ളിയും ഇതൊക്കെ ഒന്ന് വഴണ്ടി വരട്ടെ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോ ഇടും, കുറച്ച് ദിവസം വീഡിയോ ഇടൂല, അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇടാനും പോകുന്നു. നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ഞാൻ എന്നും വീഡിയോ ആയിട്ട് വരും. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുകയാണെങ്കിൽ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് നേരത്തെ ചേർത്തതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് ആ മിക്സും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ജ്യൂസും ആർക്കും ഇങ്ങനെ സംഗതി ജ്യൂസാണെങ്കിൽ 10 മിനിറ്റെങ്കിലും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ ടൈമിൽ കുറച്ച് ഗ്രേവി വേണ്ടവർക്ക് തേങ്ങാപ്പാലോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഗ്രേവിയോട് കൂടുതലുള്ള ചിക്കൻ നമ്മൾ നോർമലായിട്ട് ലേശം വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റാകാൻ വേണ്ടി നമ്മളിതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ വെച്ച ലിവർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് ഞാൻ ബീഫ് കുറച്ച് വലിച്ച ടൈമിൽ ആവുമ്പോഴുള്ള ബീഫ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പാത്രത്തിലേക്ക് ഉള്ളിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് മാടി വന്നു. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ ചതച്ചിട്ട് ഇട്ടിട്ട് കുറച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് തക്കാളി ബീഫിട്ട നമ്മളെ ഇത് റെഡിയാണ്. ഉള്ളിട്ട് റെഡിയായി. ബീഫ് റോസ്റ്റാണെന്ന് വെച്ചാൽ അല്ലേലും നമ്മൾ ഉള്ളി വാട്ടിയ ബീഫ് കുഴപ്പമില്ല. ഇങ്ങനെ താളിപ്പിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഫുഡ് അപ്പോൾ രാത്രിക്കൊക്കെ ഉള്ള നെയ്ച്ചോറും കൂടെയാണ് ഞാൻ ബാക്കിയെല്ലാം അതൊക്കെ റെഡിയായ ടൈമിൽ നമുക്ക് പെട്ടെന്ന് നെയ്ച്ചോറും കൂടെ സെറ്റ് ചെയ്യണം. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രൂട്ട്സായിട്ടൊന്ന് മുന്തിരി വത്തക്ക തന്നെ ഉള്ളു. മുസമ്പി ഉണ്ടായിരുന്നു, അടുക്ക മറന്നു പോയതാണ്. അത് ഇങ്ങനെ അങ്ങനെ മറന്നു പോയി. പിന്നെ അതൊക്കെയാണ് നോമ്പുത്തോടൊക്കെ ടൈമിൽ ഞാൻ ഇതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. നെയ്ച്ചോറും കൂടെ ആക്കിയെടുക്കേണ്ട ഇഷ്ടമാണ്. ഒരു 5 മണി 5:30 ടൈം ആയിട്ടുണ്ട്.
6 മണീനെ വെച്ചിട്ടാവും. പിന്നെ ഒന്ന് ക്യാരറ്റ് ജ്യൂസ് അടിച്ച് വത്തക്കി മുന്തിരിങ്ങയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് പിന്നെ ബാങ്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റ് മുന്നേ ആയപ്പോഴത്തേക്ക് ഞാനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് എല്ലാം കഴിഞ്ഞ്. ഇപ്പോൾ പൊക്കവാടി സമൂസ നമ്മൾ വാങ്ങിയോളം മാറാക്കില്ല. എണ്ണക്കടി പൊതുവെ ഉണ്ടാക്കില്ല, ഇടക്കപ്പുള്ളിയിൽ വാങ്ങും. എണ്ണക്കടിനോട് താല്പര്യമില്ല ഞങ്ങൾക്ക്. ഇതിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ വേവിച്ച് പിന്നെ പെലച്ച ടൈമിന് ചോറൊക്കെ വെച്ച്